ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിത ആഹാരം കഴിക്കും. കഴിക്കട്ടെ. പക്ഷേ പിണങ്ങിപ്പോയ അച്ചിയുടെ കാല് പിടിച്ച് തിരികെ കൂട്ടിക്കൊണ്ട് വരുമ്പോ അവൾക്ക് വേണ്ട ഭക്ഷണം കൂടി കരുതണമായിരുന്നു. പന്തനെ, നിനക്കൊപ്പം ദൈവമോളെയും സംരക്ഷിക്കുന്ന വാക്ക് തന്നിട്ടാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എന്റെ ജീവൻ കൊടുത്തും ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. മോളെ, എന്താ ഒരു ആലോചന? വല്ല കവിതയും കുറിക്കാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏട്ടനൊരു കാര്യം ചെയ്, കവിതയാക്കണ്ട, ഒരു താരാട്ടുപാട്ട് തന്നെ ആയിക്കോട്ടെ. താരാട്ടുപാട്ട് എഴുതുന്നതിന് മുമ്പ് ഒരു ചരമഗീതം കുറിക്കേണ്ടി വരുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ചരമഗീതോ? ആർക്ക്? നമ്മുടെ സ്വർഗത്തിലെത്തിയ ആ കിഴവി കട്ടുറുമ്പിന്, നിന്റെ അച്ചമ്മയ്ക്ക്. ഏട്ടാ, എന്ത് ദുഷ്ടത്തരം ഈ പറയുന്നത്? ഒന്നുമില്ലല്ലോ, നമ്മുടെ കുഞ്ഞിന്റെ കരുതലിനല്ലേ അച്ഛമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നോട് എന്ത് സ്നേഹമെന്നറിയോ അച്ഛമ്മയ്ക്ക്? എനിക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരും. അച്ചമ്മയാണെങ്കിലും കൊച്ചമ്മയാണെങ്കിലും നിന്നെ ആരും സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്ന അവരെനിക്ക് ഇഷ്ടമല്ല. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ? എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇതെന്റെ സ്വന്തം മുത്തശ്ശിയാണ്, എന്റെ സ്വന്തം പെറ്റമ്മയായി ഞാൻ ഇവരെ ദത്തെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് മറന്നുപോയോ? അതൊക്കെ അന്ന്. ഇപ്പൊ കാലം മാറി. എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ? ഞാൻ ഇങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അത് അച്ഛനായാലും അമ്മയായാലും അച്ചമ്മയായാലും. ഏട്ടാ, അച്ഛമ്മ വന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ഇഷ്ടമല്ലെന്ന് വെച്ചാ ഇഷ്ടമല്ല. ഏട്ടാ, ചിലപ്പോഴൊക്കെ അല്പം കൂടുന്നുണ്ട് കേട്ടോ. അതേടി, ഞാൻ ഇങ്ങനെയാ. എന്റെ ഇഷ്ടം വേണം ഇവിടെ നടക്കാൻ. അല്ലെങ്കിലുണ്ടല്ലോ ആ എനിക്കങ്ങോട്ട് വരാവോ? അതിനെന്താ മുത്തശ്ശി, ഈ വീട്ടിൽ എവിടേക്ക് വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യം മുത്തശ്ശിക്കുണ്ടല്ലോ. മുത്തശ്ശി വന്നത് നന്നായി. ഇവൾക്ക് 100 കൂട്ടം സംശയങ്ങളാ മുത്തശ്ശി. വേറെ ഒരു ബിസിനസ്സുകാരനായ എനിക്ക് ഈ അവസ്ഥയിലുള്ള സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പറ്റുമോ? മോളെ, അത്തരം സംശയങ്ങളൊക്കെ പരിഹരിക്കാനല്ലേ അച്ഛമ്മ വന്നിരിക്കുന്നേ? പിന്നെ എന്തിനാ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കുന്നേ? വഴക്കടിച്ചെന്നോ? ആര് വഴക്കടിച്ച കാര്യം അച്ഛമ്മ പറയുന്നേ? നിങ്ങളുടെ ഒച്ചത്തിലുള്ള സംസാരം കേട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, അതാണോ? കമ്പനി മാനേജറെ ഫോണിൽ വിളിച്ച് ഫയർ ചെയ്ത ശബ്ദം മുത്തശ്ശി കേട്ടത്? അതെ അച്ഛമ്മേ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, വഴക്കുമില്ല. ഓ, കമ്പനി വഴക്കായിരുന്നോ? എന്റെ അമ്മോ, ഇപ്പഴാ എനിക്ക് സമാധാനായേ. വിക്രമിന്റെ ഒച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോഴേ ഞാൻ വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. എന്ത് തെറ്റിദ്ധരിച്ചെന്ന്? ഞാനിവിടെ കഴിയുന്നതേ വിക്രമിന് ഇഷ്ടമല്ലേ എന്ന്. അയ്യോയ്യോ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്ന കാര്യങ്ങളും പറയില്ല മുത്തശ്ശി. എന്റെ മുത്തശ്ശി വീടിന്റെ ഐശ്വര്യമുള്ള പിണക്ക.
കാവൽ മാലാഖയാണ്. ജീവിതകാലം മുഴുവൻ മുത്തശ്ശിക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാം. തെറ്റിദ്ധാരണയൊക്കെ മാറി അച്ഛമ്മേ. ഉം. എല്ലാം മാറി. ആ. എന്റെ മോൻ സ്നേഹമുള്ളവനാ, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ആ. ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണല്ലോ. പിന്നെയും നാണം കെട്ട് കേറി വന്നു അല്ലേ? പ്രകാശേട്ടാ, ഹലോ, ഇതേ പൊതുമുതലല്ല. മനസ്സിലായില്ല. ഹ്, പ്രകാശിന്റെ പണം മുടക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണെന്ന്. പ്രകാശിന്റെ കുടുംബത്തിന് മാത്രം കഴിക്കാനുള്ളതാണെന്ന്. എന്ത് ഇച്ചിത്തരായി പറയുന്നേ? ഇവിടെ 2 ചെലവും 2 അടുക്കളയാണെന്ന് ഹരിത അറിഞ്ഞിട്ടില്ല. അന്നത്തിന്റെ കാര്യത്തിലെങ്കിലും അല്പം മര്യാദ കാണിച്ചൂടെ? ഹരിത ആഹാരം കഴിക്കും. കഴിക്കട്ടെ. പക്ഷേ പിണങ്ങിപ്പോയ അച്ചിയുടെ കാല് പിടിച്ച് തിരികെ കൂട്ടിക്കൊണ്ട് വരുമ്പോ അവൾക്ക് വേണ്ട ഭക്ഷണം കൂടി കരുതണമായിരുന്നു. അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതേ പ്രകാശിന്റെ അവതാരമാണെന്നുള്ള ബോധമെങ്കിലും വേണം. ഓ, ഒരു ഔദാര്യക്കാരൻ. ജോലിയും കൂലിയുള്ള കാലത്തെ ഈ വീട്ടില് തീ പുകയാൻ കുറെ കാശ് പൊടിച്ചിട്ടുള്ളവളാ എന്റെ ഹരിത. അന്ന് ഹരിതയുടെ ചെലവിലുള്ള ഭക്ഷണം കുറെ ഓസിയിട്ടുള്ള ആളാണ് ഇന്ന് അവൾ ഒരു ചപ്പാത്തി എടുത്തപ്പോ കണക്ക് നിരത്തുന്നത്. നേരത്തോടാ കാശുണ്ടാക്കുന്നവന്റെ ദണ്ണേ നിനക്കറിയില്ല. എന്റെ ഭാര്യ ആഹാരം കാണാത്ത വീട്ടിൽ വളർന്നവളൊന്നുമല്ല. ചെറ്റത്തരം കാണിക്കുമ്പോ അത് ആരോടെ കാണിക്കുന്നെന്ന് ആലോചിക്കുന്നത് നല്ലതാ. എച്ചികളല്ലേലും എന്നും എച്ച് തന്നെയാ. നീയാടാ എച്ചി. നീയാ 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 എച്ചി എച്ചി. എന്നെ പൊട്ടിക്കടാ പൊട്ടിക്കടാ എന്നെ പൊട്ടിക്കേ. പ്രകാശേട്ടാ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട അച്ഛന്റെ പെൻഷൻ പണം തട്ടിയെടുത്ത് കുടുംബം തൊലച്ചിട്ട് ആള് കളിക്കുന്നോടാ നീ. മാനത്തെ കൊട്ടാരം